ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞത്. ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റണം, പിന്നെ ബാറ്ററി മാറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. കാരണം സെൽഫിൻ്റെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. ഫുൾ ചെക്കപ്പ് ഇത്രയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ഉണ്ട്. അത് കൂടാതെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ബ്രേക്കിൻ്റെ സ്വിച്ച് ചെറിയ ലൂസ് കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ അതും ആ സെൽഫ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നതിൻ്റെ ഒരു റീസണാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് കൂട്ടത്തിക്കൂടെ മാറ്റിവിടാം. നമുക്കതിൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലാൻഡർ കമ്പനി ലാൻഡർ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡറാണ്. ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ക്യാമ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി. ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്തവരെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറായാലും പുതിയ ടയറിന് വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ഹബ്ബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഗിയർ ഓയിൽ ചെക്ക് ചെയ്ത് തരുന്നത് നല്ല ഓയിലാണ്. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നിലവിൽ നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്. ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി. വലിയ പ്രോബ്ലം ഇല്ല എയർ ഫിൽറ്റർ. ക്ലച്ച് സൈഡും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം. നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ വേറെ പറയത്തൊക്കെ യാതൊരുവിധ പ്രോബ്ലം ഇല്ല. നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ ചെക്ക് ചെയ്തു. ബെൽറ്റും ഡാമേജൊന്നും ഇല്ല കേട്ടോ. വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്, ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ ബെൻഡെക്സൊക്കെ ചെക്ക് ചെയ്തു. വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല. ക്ലച്ചൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് തരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ക്ലച്ചസിൽ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു ഗ്രീസിങ് പർപ്പസിനായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തൊക്കെ ലീക്കേജ് ഒന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ, ഐസൊലേറ്റ് കേബിൾ, ഈ രണ്ട് കേബിളുകളും ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പെട്രോൾ ഓവർഫ്ലോ, സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് അങ്ങനെ വേറെ പ്രോബ്ലംസ് ഒന്നും നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് കാർബറേറ്റർ നമുക്ക് കഴിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഇല്ല. നമ്മൾ അഡീഷണൽ ചെയ്യേണ്ട വർക്കാണ്. എന്നാലും വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ഫ്രണ്ടിലെ നമ്മൾ ബുഷൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ നമുക്ക് ഈ ലിങ്കിൻ്റെ ബുഷിൻ്റെ ഉള്ളിൽ തന്നെ കോളർ ചെറിയ തേമാനം കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ. അപ്പോൾ അത് മാത്രം ഒന്ന് മാറ്റി ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഈ ബുഷ് മാറ്റുമ്പോൾ രണ്ടെണ്ണം മാറണം. മാറ്റിയിട്ട് ഗ്രീസ് ചെയ്ത് കേട്ടോ. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. നല്ല ലൈനറാണ്. അപ്പോൾ ഒന്ന് ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ഫ്രണ്ട് ടയറിൻ്റെ കേസ് നമ്മൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ, ടയറിൻ്റെ റൈറ്റ് സൈഡിൽ തേമാനം ഒരു അല്പം കൂടുതലുണ്ട് കേട്ടോ. ഈ ഫ്രണ്ടിലത്തെ അതിൻ്റെ ലക്ഷണം കാണിക്കാൻ വണ്ടി നമ്മൾ ഒരുവിധം ഏകദേശം സ്പീഡിൽ പോകുന്ന സമയത്ത് ഹാൻഡിൽ ചെറിയ അങ്ങനെ ഒരു അനക്കം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ടയർ റൊട്ടേഷൻ ചെയ്തിട്ടാണ് വിടേണ്ടത്. പക്ഷേ നമുക്ക് ഇപ്പോൾ ബാക്കിൽ ആ മോഡൽ ടയർ ഇട്ടേണമുണ്ട്. കട്ട കൂടുതലുള്ള മോഡലാണത്. അപ്പോൾ അത് ആ മോഡൽ ടയർ ഇടുമ്പോൾ നമുക്കത് ഫ്രണ്ടിലേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് എപ്പോഴും ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിൽ കിടക്കുന്ന മോഡൽ കമ്പനി മോഡലാണ് നമുക്ക് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലായാലും ബാക്കിലായാലും വണ്ടി ഓടിക്കാൻ കംഫർട്ട് ആ മോഡലാണ്. അതായത് ഈ വന്ന മോഡൽ, അതിന് സാപ്പർ മോഡൽ എന്ന് പറയാം. അതിപ്പോൾ MRF അപ്പോളോ ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. MRF അല്ലെങ്കിൽ അപ്പോളൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും. സീറ്റും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പാറ്റേൺ എപ്പോഴും അതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഇതേപോലത്തെ ഗ്രിപ്പ് വരുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി ഒരു മൂളിച്ച് സൗണ്ടായിരിക്കും. തന്നെയല്ല നമുക്ക് റൊട്ടേഷൻ ഒരു കാരണവശാലും ചെയ്യാനായിട്ട് പറ്റില്ല. ഇനിയിപ്പോൾ നമുക്ക് പരമാവധി ഇപ്പോൾ ബാക്ക് ടയർ പെട്ടെന്ന് തീരും. ആ തീരുമ്പോൾ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ ഫ്രണ്ടിലിടാം. അപ്പോഴാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2022 ബാറ്ററിയാണ്. പക്ഷേ ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. നമുക്ക് സെൽഫിൻ്റെ പ്രോബ്ലം ഉണ്ട്. അത് ഓൾറെഡി മാറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട്, ഫോണൊക്കെ അടിക്കും. പക്ഷേ ലോഡ് കൊടുക്കുമ്പോൾ നേരെ താഴേക്ക് പോകണം. 8.50 റേഞ്ചിലേക്ക് വണ്ടി. അപ്പോൾ ബാറ്ററി മാറ്റിയിടണം. അത് കൂടാതെ കൊണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ബ്രേക്കിൻ്റെ സ്വിച്ചും കൂടി ഒന്ന് മാറ്റിക്കളയണം കേട്ടോ. പിന്നെ പ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗ് നമുക്ക് അടുത്ത സർവീസിൽ നോക്കിയിട്ട് വേണമെങ്കിൽ മാറ്റാം. 10,000 കിലോമീറ്ററാണ് ശരിക്കും ഓടിക്കാൻ പാടുള്ളൂ. അടുത്ത സർവീസ് വയ്ക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ആവും, നമ്മളിത് മാറ്റേണ്ടി വരും കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ നമുക്ക് നിലവിൽ പറഞ്ഞാൽ വാട്ടർ സർവീസാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. ഒരു 3 മണി 4 മണിക്കുള്ളിൽ 4 മണിക്കാവും തീരുമ്പോഴത്തേക്കും. വാട്ടർ സർവീസ് അടക്കം കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു 4 മണിക്ക് പ്രതീക്ഷിക്കാം. അതിന് മുമ്പാവുകയാണെങ്കിൽ ഞാൻ ബില്ലാക്കിയിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാനപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സപ്പിനകത്ത് ഇട്ടേക്കാം കേട്ടോ.